നമ്മുടെ ലൈഫിലില്ലേ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ള കുറേ സങ്കടങ്ങളും നമുക്ക് മുന്നേ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള കുറേ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കും. ചില ആൾക്കാർക്ക് ഇതുപോലെ എന്താ പറയുക, ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ അത് തന്നെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളെപ്പോഴും പറയണ കേൾക്കില്ലേ, നമുക്ക് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ എന്നുള്ള രീതിയിൽ ഈ ബാക്ക് ടു ബാക്ക് നമുക്ക് ഫുൾ പ്രശ്നങ്ങളും സങ്കടങ്ങളും മാത്രം ചിലവരുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പറയില്ലേ. അത് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. അത് എത്രത്തോളം സയൻറ്റിഫിക്കലി ഓർ അങ്ങനത്തെ എന്തെങ്കിലും പ്രൂവൺ ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മളിപ്പം എപ്പോഴും പറയും, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് നമ്മൾ പറയില്ലേ. അതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ എന്താണോ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു സങ്കടം വരുമ്പോൾ ചില ആൾക്കാർ ഫുൾ അതേപറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലോട്ടേക്ക് വരണേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബാക്ക് ടു ബാക്ക് ചിലപ്പോൾ ചിലവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇത് എത്രത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്കതിൽ വിശ്വാസമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഓഫോ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു സംഭവത്തിൽ നിന്നും മാറി നമ്മുടെ മനസ്സിനെ ഡീവിയേറ്റ് ചെയ്ത് കുറച്ചും കൂടെ നല്ല ഹാപ്പിനെസ് മൂഡിലോട്ടേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മൂഡൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, അത് പറയുമ്പോൾ നിങ്ങളതിനെ എടുത്തിട്ട് അടിക്കരുത്, കരയുക. നമ്മൾ ചിലപ്പോൾ പറയണേക്കില്ല, ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സങ്കടം വന്നിട്ട് കരയണ സമയത്ത് അവൾ കുറച്ച് നേരം കരയട്ടെ, കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ സങ്കടം മാറും എന്ന് പറയട്ടെ. സീരിയസ്ലി കറക്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ചുമ്മാ ആരും കാണിക്കൊന്നും വേണ്ട. ചിലവർക്ക്, എനിക്കൊന്നും അങ്ങനെ വലിയ എല്ലാവരുടെയും മുന്നിൽ കരയാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. എനിക്ക് എൻ്റെ കംഫർട്ട് സ്പേസ് ഉണ്ട്. കുറച്ച് ആൾക്കാർ അവരുടെ മുന്നിൽ മാത്രമാണ് ഞാൻ കരയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കരയുക. ഈ കരയുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിന് ബലമില്ലാത്തവരോ ഭയങ്കര അത്രയ്ക്കും വീക്കായിട്ടുള്ള ആൾക്കാരോ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അല്ല ഈ കരയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് കരയുക. ആ കരയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളും കൂടി ഇങ്ങനെ ഇല്ലാണ്ടായി പോയിക്കൊള്ളും. പിന്നെ ആ സമയത്തേക്കാണ് നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷണൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ബുക്ക് വായിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കേൾക്കുക. ആ സമയത്തുണ്ടല്ലോ, ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസോ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ കളിയാക്കും, പക്ഷെ അത് മൈൻഡാക്കേണ്ട കാര്യമില്ല. പക്ഷേ ലിറ്ററലി നമ്മളുടെ മൂഡ് ഷിഫ്റ്റ് ആവട്ടോ. ഞാൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്, അത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം, അറിയാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ. ആ ബുക്ക് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ബൈബിള് വായിച്ചതിൻ്റെ ഡബിൾ ഇരട്ടി ഞാൻ എന്നും വായിക്കുന്ന ഒരു പുസ്തകമാണ് ആ സീക്രട്ട് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ബുക്കിൽ ഒരു പേജ് വായിച്ചാൽ മതി. അത് വായിച്ചു കഴിയുമ്പോൾ എവിടെന്നോ ഇല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറ്റാച്ചുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ വാങ്ങി വെക്കുക. അല്ലെങ്കിൽ ആ സങ്കടം വരുന്ന സമയത്ത് യൂട്യൂബിൽ കയറിയിട്ട് പൊട്ട ന്യൂസും പൊട്ട വാർത്തകളും അല്ല കേട്ടോ കാണേണ്ടത്. ഇതുപോലെ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലും വീഡിയോസും ബുക്കൊക്കെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടാൻ പോണേ. പിന്നെ ഒരിടയ്ക്ക് ഞാനൊരു റീൽ ഇങ്ങനെ റെഗുലറായിട്ട് കാണാറുണ്ടായിരുന്നു. എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കിച്ചണിൽ പോയിട്ട് സിങ്കിൽ കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സിങ്ക് അടിച്ച് തെളിച്ച് കഴുകി വൃത്തിയാക്കുക. അതിൽ അഴുക്കുകൾ പോകുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദേഷ്യങ്ങളും എല്ലാം ഇങ്ങനെ കഴുകി കളയുന്ന ഒരു ഫീലാണെന്ന്. ലിറ്ററലി അത് ഞാൻ ഈ ജാപ്പനീസുകാരുടെ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ്. അവർ ക്ലീനിങ് എന്ന് പറയുന്നത് അതുപോലെ ഒരു മെഡിറ്റേഷൻ, ഒരു റിച്വൽ അങ്ങനെയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ സങ്കടം വരുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂഡ് ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണെന്ന്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തെങ്കിലും മൂഡ് ഓഫും കാര്യങ്ങളും വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പേസ് സെലക്ട് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യാം. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡും ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എൻ്റെ ഏതൊരു വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക.
പക്ഷെ ഒരിക്കലും ഇതും എനിക്കൊരു കമൻറ്റിൽ വന്നു, സങ്കടം വരുമ്പോൾ സങ്കടപ്പാട്ടാണ് കേൾക്കാറുണ്ട്. സങ്കടം വരണ സമയത്ത് സങ്കടപ്പാട്ട് കേട്ടാൽ എൻ്റെ ഒരു നിഗമനത്തിൽ അത് കൂടെയുള്ളൂ, ഇനി അത് മാറുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് കുറച്ചും കൂടെ നല്ലതാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് വെളിയിലിറങ്ങി, നമ്മളുടെ ഈ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാജിക്കൽ പവറുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം വരുന്ന സമയത്ത് ഒന്ന് വെളിയിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക, നടക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആവും. അല്ലാതെ ആ സങ്കടം ഇങ്ങനെ പിടിച്ച് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു മൂലയ്ക്ക് നമ്മൾ ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എത്രയും പറ്റുന്ന അത്രയും വേഗത്തിൽ അതിൽ നിന്നും ഓവർകം ചെയ്ത് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. പിന്നെ ഈ ജേണൽ എഴുതാത്ത ആൾക്കാരുണ്ടല്ലോ, അതായത് ജസ്റ്റ് ലൈക്ക് ഡയറി, അത് എഴുതാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇന്നെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് എന്തും ആയിക്കോട്ടെ, ഈ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യം പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഈ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആ സങ്കടം അങ്ങനെ തന്നെ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് അതിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സങ്കടം ഉള്ളെങ്കിൽ 1000കണക്കിന് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ബുക്കിൽ എഴുതാം. അതും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. രാവിലെ എൻ്റെ പല വീഡിയോസിലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി എഴുതുന്ന കാണാറില്ലേ, അതെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് ഇത്രയും ഇതിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതുക. പ്ലസ് നമുക്കൊരു അഫർമേഷൻസ് പോലെ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണോ ഇനി ആവാൻ വേണ്ടിയിട്ടുള്ളത് അത് നമുക്ക് കിട്ടിയ പോലെ നമുക്ക് എഴുതാം. അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് വായിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേര് ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സാഡായിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ആ ബുക്ക് എടുത്ത് വായിക്കുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒരു ഓക്കെ, എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യണം, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, സങ്കടപ്പെട്ടിരുന്നാൽ പറ്റില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടെന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലോട്ടേക്ക് വരും. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹോബീനെ പറ്റി പറഞ്ഞപ്പം ഒരുപാട് പേർക്ക് ഗാർഡനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ പൂന്തോട്ടത്തിൽ പോയിട്ട് അവിടെയുള്ള നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തി വലുതാക്കി വന്നിട്ടുള്ള ആ പൂക്കളെയൊക്കെ കാണാം. അവരോടൊക്കെ ഒരു കൊച്ചു വർത്താനം പറഞ്ഞു, മേ ബി അവർക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. അപ്പോൾ ഇനി സങ്കടം വരുമ്പോൾ ആരും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇതാക്കരുത് കേട്ടോ. നമ്മൾക്ക് പിന്നെയും നമ്മൾ സങ്കടത്തിലോട്ടേക്ക് പോവുക ചെയ്യുള്ളൂ. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുക, ജസ്റ്റ് ലൈക്ക് മെഡിറ്റേഷൻ. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരിക്കുക. ആ കണ്ണടച്ചിരിക്കുമ്പോൾ പറ്റുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയെടുക്കുക. ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും പറ്റും. പക്ഷേ അതിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് കടക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി ഇൻസ്റ്റൻ്റ്ലി നമ്മളുടെ മൈൻഡ് ഹാപ്പിനെസ്സിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ എല്ലാവർക്കും പറ്റുന്ന സംഗതികളൊന്നുമല്ല. എനിക്കും അങ്ങനെ എപ്പോഴെപ്പോഴും പറ്റാറൊന്നുമില്ല. പക്ഷേ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്കിതൊക്കെ നേടാൻ പറ്റുക. ഇപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് കുറേ നേരം ഒന്നിനെ പറ്റിയും ചിന്തിച്ച് ഇങ്ങനെ ചിന്തിക്കാതെ കാമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ലിറ്ററലി ഭയങ്കര ഒരു പവറാണ്. അത് നമുക്കും പറ്റും. പക്ഷെ അതിന് നല്ല രീതിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ഒന്നിനെ പറ്റി ആലോചിക്കാണ്ട് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. 10 മിനിറ്റൊക്കെ കൂടുതലാണ്. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനത് ബ്രേക്ക് ആക്കും. അപ്പോൾ ഇനിയെങ്കിലും സങ്കടം വരണ സമയത്ത് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.